അതുകൊണ്ട് പിന്നെ നേരത്തെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ സൊല്യൂഷൻസിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഷുഹൈബ് അല്ല, ഷുഹൈബ് ഒന്നാം പ്രതിയാണ്, അതിൻ്റെ ഉടമസ്ഥനാണ്. പിന്നെ ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് ക്വസ്റ്റ്യൻ സോഷ്യൽ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ പിന്നെ ഈ സ്കൂളിൽ HM ആയിട്ട് പ്രിൻസിപ്പളിലേക്ക് ചാർജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ് അയാൾ സ്കൂളിൽ വിടുന്നത്. ജോലി പിന്നെ അത് വിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ MS സൊല്യൂഷൻസ് ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ റിസർച്ച് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ കക്ഷി കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഇയാളുടെ ഫോൺ പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ്, വാട്സപ്പ് വഴി അയച്ചിരിക്കുകയാണ്. അയാൾ ഫോൺ അതിന് ശേഷം അയാൾ പിന്നെ ഈ അയച്ചിരിക്കുന്ന മെസ്സേജുകളൊക്കെ ഫോട്ടോസൊക്കെ അയാൾ ഡിലീറ്റ് ചെയ്തായും കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ ഫഹദിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ഫോൺ നോക്കിയപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഫോണുകളിലും ഫോർമാറ്റ് ചെയ്തതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള ഭാഗമായിരുന്നു ആ വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടി വരും. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം കാരണം അത് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവരുടെ ഫോണുകൾ രണ്ടുപേരുടെയും ഫോണുകൾ ഫോർമാറ്റ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ സയൻസിന്റെ 4 ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. +1 മാത്സ് വരും, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ അയച്ചു കൊടുത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഈ സംഭവത്തിന് ശേഷം തന്നെ ഇഷ്യൂ ആയതിനു ശേഷം പിന്നെ വീണ്ടും അത് എയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പിന്നെ അവർ പുറത്തുവിട്ടത് പിന്നെ SSLC പ്രഡിക്ഷനിലായിട്ട് പറഞ്ഞിരിക്കുന്നത് SSLC ഇംഗ്ലീഷും +1 മാത്സും ആയിരുന്നു. പിന്നീട് അവർ സ്റ്റോപ്പ് ചെയ്യുന്നു, കാരണം ഇഷ്യൂ വന്നതിന് ശേഷം അവർക്ക് കൂടുതൽ അവർക്ക് എയർ ചെയ്യാൻ പറ്റിയില്ല. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. +1 കാര്യമാണ് പ്രതി ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കസ്റ്റഡിയിൽ പ്രതിയെ വാങ്ങും, കൂടുതൽ ചോദിക്കും, അപ്പം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ല, അതൊരു കോൺസ്പിറസി എന്തായാലും ഉണ്ടല്ലോ. സാധനം നടത്തിയിരിക്കുന്ന ആളുടെ 1ാം പ്രതിയാണല്ലോ അയാളാണ് നടത്തിയിരിക്കുന്നത്. അയാളാണ് ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് അയാൾക്കാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. നമ്മളൊരു പിന്നെ പ്രയാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എന്തെങ്കിലും ചേരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അതായത് നമ്മളെ ഒരു അതോറിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം വലിയൊരു വിദ്യാഭ്യാസ വകുപ്പായിട്ട് ചേർന്നത് കൂടാതെ ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവർ അതിന്റെ തലേന്നാണല്ലോ ശരി, തലേന്നാണെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇപ്പം പരിചയം പറഞ്ഞിരിക്കുന്നത് തലേന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ നമ്മൾ ഫഹദിനെ പറ്റി അത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഫഹദ് ഈ റീസെന്റിലാണ് ഈ സ്ഥാപനത്തിൽ ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതെ, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയാണ് നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഫോക്കസിലുള്ളത്. കാരണം അതിലാണ് നമുക്ക് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ഇംഗ്ലീഷിൽ SSLC ഇംഗ്ലീഷ്, അതുപോലെ തന്നെ +1 മാത്സിലാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുണ്ട് നമുക്ക് ബോധ്യമായ കാര്യങ്ങൾ ഈ 2 ഇതിലെന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നുണ്ടായിരുന്നു ഇവര്? അതിന് തൽക്കാലം പ്രതി നിഷേധിക്കുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് കൂടുതൽ അന്വേഷണം നടത്തണം. പ്രതിഫലം കൈപ്പറ്റിയ ആൾക്കാരെ കുറിച്ചുള്ള ഇയാൾ ഈ പ്രതി നമ്മളിപ്പോൾ അറസ്റ്റ് ആയിരിക്കുന്ന അവസാനം 4ാം പ്രതി ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ അയാൾ തുറന്ന് സമ്മതിച്ചിട്ടില്ല. കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ. കസ്റ്റഡി വാങ്ങി കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമല്ല വേറെ വിധത്തിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ബാങ്ക് അവിടെ കാര്യങ്ങളും അല്ലാതെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിന് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് നമ്മൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. നാസറിന്റെ രണ്ടുപേരും നമുക്ക് നോക്കാം. നാസറിന്റെ നോക്കാം, അതുപോലെ തന്നെ മറ്റ് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളെ നോക്കാം. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണല്ലോ. അത് ഹൈക്കോടതിയുടെ പരിഗണനയുള്ളത്. അതിന്റെ ആർഗ്യുമെന്റ് പിന്നെ ആന്റിസിപ്പേറ്ററി ബൈലിന്റെ കാര്യത്തിലുള്ള പിന്നെ ആർഗ്യുമെന്റ്സ് ഒക്കെ കോടതി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഉടനെ തന്നെ ഈ ആഴ്ച തന്നെ പിന്നെ കോടതി വിധി പറയുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അടുത്ത ഡേറ്റിൽ കോടതി അതിൽ തീരുമാനം പറയും. അബ്ദുൽ നാസർ കണക്ഷൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ കോൺസ്പിറൻസി സംബന്ധിച്ച് ഒരു പ്രാഥമിക വ്യക്തത നമുക്ക് വന്നല്ലോ. അതിനപ്പുറത്തേക്ക് കണക്ഷൻ ഉണ്ടെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ? പ്രാഥമിക ചോദ്യം ചെയ്യുക ഫഹദിന് അല്ലാതെ ഏതെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് അവിടെ മുൻ HM ആയിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ബന്ധം ഫഹദുമായി പ്രതിക്കുണ്ടോ? അല്ല, ഫഹദ് ദീർഘകാലം അവിടെ അധ്യാപകനായിരുന്നല്ലോ. ഇയാൾ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതിയും
വർഷങ്ങളായിട്ട് അവിടെ അതെ ജോലി ചെയ്യുന്ന ആളാണ്. ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നല്ലോ. HM ആയിരുന്നു, HM പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. സർ, ഈ സീൽ ചെയ്ത പേപ്പറുകൾ എങ്ങനെ എടുക്കാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു? സീൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ അത് അങ്ങനെ അതെ നേരത്തെ സ്കൂളുകളിൽ വിതരണം ചെയ്യപ്പെടുന്നതാണല്ലോ. നേരത്തെ അവിടുത്തെ നാളെ പൊട്ടിക്കേണ്ട സാധനം ഇന്ന് തന്നെ എടുത്തത് ഫോട്ടോ എടുക്കുന്നത്. എക്സാമിന്റെ 10 മിനിറ്റ് മുന്നേ അതാണല്ലോ ലീക്കേജ്. ലീക്കേജ് എന്ന് പറയും നമ്മൾ. അല്ല അതന്നെ അതെ അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പുള്ളി അങ്ങനെ വീണ്ടും ആ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പിന്നെ ബാക്ക് സൈഡിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്തിട്ട് വീണ്ടും അവിടെ വെച്ചായിട്ടൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ അധികൃതർക്ക് ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാവോ എന്ന് അത് നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, നമ്മൾ പിന്നെ എന്താണ് ഒരു അവരറിഞ്ഞുകൊണ്ടാണോ, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ, അവരൊന്നും സ്കൂൾ അധികൃതർ അറിയാതെ അയാൾ ചെയ്തിരിക്കുന്നതാണ് ഇയാളിപ്പം പറഞ്ഞിരിക്കുന്നത്. കൂടുതലായിട്ട് ആ കാര്യത്തിൽ അന്വേഷിക്കേണ്ടത്. ജിഷ്ണു ഈ രീതിയിൽ എന്തെങ്കിലും ബന്ധം പറയുന്നുണ്ടോ? ജിഷ്ണു അറിഞ്ഞിരുന്നു ഇങ്ങനെ ചോർന്ന് വന്ന ക്വസ്റ്റൻ ആണ് താൻ അവതരിപ്പിക്കുന്നത്? ജിഷ്ണു ആ കാര്യങ്ങൾ കൂടെ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ആ കാര്യങ്ങളൊക്കെ കൂടുതലായി വരുന്നത്. നമ്മൾ നേരത്തെ ഉള്ള ഒരു പ്രശ്നം പിന്നെ അവരെ അറസ്റ്റ് ചെയ്തു, അവരാണിത് പുറത്തു വിട്ടിരിക്കുന്നത്, മനസ്സിലായി. പക്ഷെ അത് അവർക്ക് വന്ന റൂളിലേക്ക് നമ്മൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് വന്നതെന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ പറ്റി. ഇനി കൂടുതൽ നമുക്ക് ആ ഭാഗത്തേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിന് മുമ്പ് നടന്ന എക്സാമുകളിൽ ഏതെങ്കിലും ഇങ്ങനെ പ്രൊസീജിയർ പോയിട്ടുണ്ടോ? ഇയാൾ കഴിഞ്ഞ വർഷം പിന്നെ പ്രതിക്ക് കൊടുത്താൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്, പിന്നെ അതിനു വേണ്ടിയായി. പക്ഷെ ഇതുപോലെയുള്ളൊരു യൂട്യൂബിൽ കൂടി പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്കൂളുകളിലൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അപ്പം സ്കൂള് ഇയാളൊരു പ്യൂൺ എന്ന നിലയ്ക്ക് ഇയാൾക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇയാൾ അത് ദുരുപയോഗം ചെയ്ത് എന്താ കൊടുത്തായിട്ടാണ് മനസ്സിലാകുന്നത്. ഫഹദിന് ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതായി പറഞ്ഞില്ല. പിന്നെ അത് പബ്ലിഷ് ചെയ്ത് വന്നോ നമുക്ക് അറിയില്ല. അങ്ങനെ പറഞ്ഞ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇങ്ങനെ കൊടുത്തതായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്.